തിരിച്ചറിയാനുള്ള ബാധ്യത, അത്തരത്തിലുള്ള എല്ലാ അത് മുതലെടുത്തുകൊണ്ട് അവരെ കൊണ്ട് എങ്ങനെ വീടിനകത്തെ കുടുംബശ്രീകളാവാം, വീടിനകത്തെ എങ്ങനെ കുടുംബത്തിന്റെ എല്ലാ കുടുംബ അംഗങ്ങളെയും കുട്ടികളെ ഇപ്പം ഈ ഒരു ഘട്ടത്തിൽ അവരുടെ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്വം സൂപ്പർ വുമണുകളാണ്, എല്ലാ ജോലികളും ചെയ്തു. പണ്ട് ഒരു കാലത്ത് ബില്ലുകൾ അടയ്ക്കുക, കുട്ടികളുടെ സ്കൂളിലൊന്ന് ചെന്ന് നോക്കുക എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോവുക, പഞ്ചായത്ത് ഓഫീസിൽ പോവുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്കിലും പുരുഷന്മാർ കുറച്ചുകൂടി ഇടപെട്ടിരുന്നു. ഇപ്പൊ അതുകൂടെ എല്ലാം സ്ത്രീകൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ബില്ലുകൾ അടയ്ക്കാൻ പോകുന്ന എല്ലാ പണികളും കുടുംബത്തിന് വേണ്ടി ലോൺ എടുത്തു. ഇപ്പം ഒരു ലോണുകൾ ഒരുപാട് കിട്ടും. അപ്പൊ ലോണുകളൊക്കെ എടുക്കുന്നതും ആൺകുട്ടികളുടെ സംരംഭങ്ങൾക്ക് വേണ്ടി, കുടുംബശ്രീയിലെ സ്ത്രീകൾ ആൺകുട്ടികളുടെ സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് അധികം ലോൺ എടുക്കുന്നത്. പിന്നെ ആ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്ത്രീധനം നൽകാൻ വേണ്ടി വരെ ലോൺ എടുക്കുന്ന കുടുംബശ്രീകളുണ്ട്. എന്നാൽ ഇവരെ അല്ലാതെ ആരെങ്കിലും ഇലക്ഷൻ കുടുംബശ്രീ അംഗങ്ങൾ മാത്രമേ ഇലക്ഷൻ പഞ്ചായത്ത് വാർഡ് മത്സരിക്കാൻ നിർത്തുകയുള്ളൂ. അവർ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ശക്തിക്കുന്ന ഒരു സ്ത്രീയെ പോലും, ആക്ടിവിസ്റ്റ് ആണോ എന്ന് സംശയം എവിടെയെങ്കിലും തോന്നുന്ന ഒരു സ്ത്രീയെ പോലും ഒരു പഞ്ചായത്ത് വാർഡിലോ ഒന്നും നിങ്ങളെ നിർത്തിക്കുമെന്ന് ഒരു പാർട്ടിയും മത്സരത്തിൽ നിർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ആവില്ല. അപ്പം ഇവിടെ എല്ലാ പഞ്ചായത്തുകളിലും എന്തിനാണ് സ്ത്രീകളെ നമ്മൾ എവിടെ റേപ്പുകൾ ഉണ്ടായാൽ, കുട്ടികളെ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടാൽ ഒന്നും കുടുംബശ്രീയിലെ സ്ത്രീകൾ ഒരു സമരത്തിലും ഇറങ്ങില്ല. പക്ഷെ പഞ്ചായത്തിലെ പരിപാടികൾക്ക് ചായ കൊടുക്കാനും, കാപ്പറ്റി ചായ കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ, അങ്ങനെയുള്ള അല്ലാത്ത പൊതുവേദികളിൽ സംസാരിക്കാൻ അവരുണ്ടാവില്ല. എല്ലാ ഒത്താശകൾക്കും ഈവൻ വേദിയിലെ അംഗങ്ങളായി പോലും കുടുംബശ്രീയിലെ അംഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഒരു സമരത്തിൽ സ്ത്രീകളുമായി നേരിടുന്ന, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, അക്രമങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, ഇപ്പം ജെൻഡർ ലേണിംഗ് ഒക്കെ ഉണ്ട് അവർ പഠിക്കുന്നു. അപ്പം അതിന്റെ ആർപിമാരും റിസോഴ്സ് പേഴ്സൺമാരും പോലും ക്ലാസ് എടുക്കുന്നത് നമുക്ക് ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശം എന്നൊക്കെ പറയുന്നത് ഇവിടെ ക്ലാസ് എടുത്ത് പോകാന്നല്ലാതെ നമ്മൾ വീടുകളിലേക്ക് പോവില്ല. ഞാൻ പഠിച്ച പ്രകാരം ഒരു വീട്ടുജോലിയും ആരുമായി ഷെയർ ചെയ്തത് കൊണ്ടല്ല ഇവരെല്ലാ പഞ്ചായത്ത് പരിപാടികൾക്കും എല്ലാം പോകാൻ സാധിക്കും. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാ ജോലികളും തീർത്ത് വെച്ചിട്ട് വീണ്ടും അയൽക്കൂട്ടത്തിൽ പോകുന്നതാണെങ്കിൽ അയൽക്കൂട്ടത്തിൽ പോയി അത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് വീട്ടിലിരിക്കുന്ന പുരുഷന്മാർക്ക് ചായ കാച്ചി കൊടുത്ത്, പശുവിന് പുല്ലരിഞ്ഞ് ഇട്ട് കൊടുത്ത്, തുണി ആറിടാനുള്ളത് അടുത്ത് വെച്ച് മടക്കി വെച്ച് വീണ്ടും പോകും. ഇവരുടെ ലെഷർ ടൈമിലോ എല്ലാം ഇവർ വിശ്രമിക്കേണ്ട സമയങ്ങളിലോ അല്ലെങ്കിൽ വിനോദത്തിൽ ഏർപ്പെടേണ്ട സമയങ്ങളിലോ ആണ് അയൽക്കൂട്ടങ്ങൾ നടക്കുന്നത്, പരിപാടികൾ നടക്കുന്നതും മറ്റു പരിപാടികളെല്ലാം നടക്കുന്നതും. ഇവരുടെ ഉറക്കം പോലും ഞാൻ മണിക്കൂറുകൾ അയച്ച് പഠിച്ചിട്ടുണ്ട്. ഉറക്കം പോലും 3-4 മണിക്കൂറുകൾ മാത്രമാണ്. ഇപ്പം മറ്റ് ഒന്ന് രണ്ട് വിഷയം കൂടെ സൂചിപ്പിച്ചു പോകാം. ഇപ്പൊ പറഞ്ഞതുപോലെ ഫെമിനിസത്തിന് വീണ്ടും വളരെ എന്താണ് ഫെമിനിസം എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്ന ഫെമിനിസം എന്താണ് ഫെമിനിസം ഇന്നും എന്നോട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് പൊതുജനങ്ങളോട് എന്താണ് സംസാരിക്കാനുള്ളത്, ഫെമിനിസം എന്നൊക്കെ പറയുന്നത് പൊതുജനങ്ങളോട് നിങ്ങൾക്ക് എന്താണ്, നമ്മൾ പൊതുജനങ്ങളല്ല, അത് വേറെ കാര്യം. പൊതുജനങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതാണ് ചോദിച്ചത്. അപ്പം അത് വേറെ കാര്യം. ഈ ഫെമിനിസ്റ്റ് ഐഡിയോളജികൾ, ഫെമിനിസ്റ്റ് തിയറികൾ, ഫെമിനിസ്റ്റ് അതോടൊപ്പം പാരലായിരുന്ന മൂവ്മെന്റുകൾ, വേവുകൾ, ഇതൊക്കെ കൃത്യമായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഐഡിയോളജിയും ഉള്ള ഒരു സ്കൂൾ ഓഫ് സ്റ്റഡി ആണ് ഫെമിനിസം എന്നുള്ളതൊന്നും മാറ്റി തിരിച്ചറിയുന്നത്. പെട്ടെന്ന് തന്നെ ഇപ്പം ഈയിടെ വന്ന കേരളത്തിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫെമിനിസ്റ്റുകളുടെ പ്രശ്നം എന്താണെന്ന് ഒരു നെറേറ്റീവ് ഉണ്ടായിരിക്കുന്ന ഓരോ ഫെമിനിസ്റ്റുകളെ എടുത്ത് വെച്ച് ഫോട്ടോ എടുത്തിട്ട് ഇവരുടെയൊക്കെ വീട്ടിൽ ഏറ്റവും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകുന്ന ഒരു ക്യാമ്പയിൻ, ഈ ഫെമിനിസ്റ്റ് നോക്കൂ ഇവരുടെ വീട്ടിൽ തന്തയ്ക്ക് അച്ഛന് വോയിസ് ഇല്ലാതെ വളർന്നവരാണ്, അച്ഛനില്ലാതെ വളർന്നവരാണ്, അല്ലെങ്കിൽ അച്ഛൻ സംശയമുള്ളവരാണ് ഫെമിനിസ്റ്റുകളായി മാറിയിരിക്കുന്നത്, ഇവരെ വീട്ടിൽ കൺട്രോൾ ചെയ്യാൻ ആരുമില്ലാത്തവരാണ് ഫെമിനിസ്റ്റുകളായത്. ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടത്തിയിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ ഒരു പെട്ടെന്ന് ഫെമിനിസ്റ്റ് ഐഡിയോളജികളെയും അതിന്റെ മൂവ്മെന്റുകളെയും ചരിത്രത്തെയും മൊത്തം റദ്ദാക്കാൻ, കാരണം അതിനൊരു ഭൂമിക ഇവിടെ ഓൾറെഡി ഉണ്ട്. അത്തരം
ജനാധിപത്യ അറ്റാക്കുകൾ പെട്ടെന്ന് ഏറ്റെടുക്കാൻ പറ്റുന്ന, അതുകൊണ്ട് ഈ ഫെമിനിസ്റ്റ് ഐഡിയോളജിയുടെ മൊത്തം ചരിത്രമാണ് ചെയ്യപ്പെടുന്നു. അപ്പൊ പിന്നീട് നമ്മൾ പറഞ്ഞത്, ഇപ്പം എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം, ഈ സ്ത്രീകളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ഏറ്റവും കൂടുതലും ഇന്നും പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട്, സിറ്റി പ്ലാനിങ്, സ്ത്രീകളുടെ യാത്രയൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിറ്റി പ്ലാനിങ് വരുമ്പോൾ സ്ത്രീകളുടെ സമീപനം ഒട്ടും തന്നെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഹൈവേ വരുമ്പോൾ സൈഡിൽ കൂടെ നടക്കുന്ന സർവീസ് റോഡുകൾക്ക് നടപ്പാതകളില്ല.